കേരളത്തിൽ ആദ്യത്തെ കേസ് ഇവിടെ ജിജി ഹോസ്പിറ്റലാണ് നമ്മൾ ചെയ്തത്. അത് വളരെ സക്സസ് ആയിരുന്നു. പേഷ്യൻ്റ് ഈസ് ഡൂയിങ് വെൽ. എന്ന് പറയുമ്പോൾ മൂത്രനാളിയുടെ ചുരുക്കം അത് മരുന്നുകൊണ്ട് മാനേജ് ചെയ്യുന്ന കണ്ടീഷൻ അല്ല. അതിന് നമ്മൾ ഇന്റർവെൻഷൻ ചെയ്തേ ആവത്തുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം രൂക്ഷമാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോഫ്ലോമെട്രി ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മളൊരു റെട്രോഗ്രേഡ് യൂറോത്രോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റും കൂടെ ചെയ്യും. അതായത് നമ്മുടെ മൂത്രനാളിയിലൂടെ ഒരു ഡൈ കടത്തി വിട്ടിട്ട് എക്സ്റേ എടുക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ കറക്റ്റ് എവിടെയാണ് ചുരുക്കം, എത്ര ലെങ്ത്തിൽ ചുരുക്കമുണ്ട് എന്നതിനെ കുറിച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചുരുക്കം ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വർഷങ്ങളോളം ചെയ്തു വരുന്ന പ്രൊസീജിയർ BIU എന്ന് പറയും. അതായത് വിഷ്വൽ ഇന്റേണൽ യൂറോത്രോട്ടമി. നമ്മൾ ക്യാമറയിട്ട് ആ ചുരുക്കം കണ്ട് അതിനെ കട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഈ മെത്തേഡിന്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനൊരു 70% സക്സസ്സേ ഉള്ളൂ. അതായത് 30% കേസസിൽ അത് വീണ്ടും വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ അങ്ങനെ വീണ്ടും ചെയ്യുമ്പോൾ ഇതിന്റെ സക്സസ് റേറ്റ് വീണ്ടും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് അതിനെ ആ ഒരു ചുരുക്കത്തിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യും. അതിനെ കുറച്ചും കൂടെ വലുതാക്കും. അതായത് നമ്മൾ ജസ്റ്റ് കട്ടിങ് മാത്രം ചെയ്യാതെ അവിടെ ഗ്രാഫ്റ്റ് വെക്കും. അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂറോത്രോപ്ലാസ്റ്റി എന്ന് പറയും. ഇത് യൂഷ്വലി നിയർലി ഒരു 90% സക്സസ്ഫുൾ പ്രൊസീജിയർ ആണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് രോഗിക്ക് ഓൾമോസ്റ്റ് 1 മാസത്തോളം കത്തീഡർ കീപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു മേജർ പ്രൊസീജിയറാണ്. ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പുതിയ മെത്തേഡാണ്. നമ്മളിപ്പോൾ ഈ വായിൽ നിന്നുള്ള ഒരു ഫുൾ തിക്നെസ് ഗ്രാഫ്റ്റ് എടുക്കാതെ നമ്മൾ വായിൽ നിന്നുള്ള ചെറിയൊരു 1 സെന്റിമീറ്റർ ഉള്ള ഗ്രാഫ്റ്റ് മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒരു അമാൽഗം പോലെ ആക്കിയിട്ട് ഈ BIU ചെയ്തിട്ട് അതിനെ കട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് ഇതിനെ ഇഞ്ചെക്ട് ചെയ്യാം. ഇതിനെ XTI KTR എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെം സെല്ലിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ